ഇങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ 6 o'clock ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഒരു 5:30 ആയപ്പോഴേക്കും ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കിളി പോയ പോലെ ഇരിക്കണം കേട്ടോ. കൊച്ചിയിൽ നിന്ന് മുംബൈയിലോട്ട് ഫ്ലൈറ്റിന് ഏകദേശം ഒരു 1.5 hours ടൈമേ ഉള്ളൂ ഒരു ട്രാവൽ. സോ നമ്മളൊരു 8 മണിക്ക് ആയപ്പോഴേക്കും മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈം 2 o'clock എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടലും. സോ നമുക്ക് 2 o'clock ചെക്ക് ഇൻ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ലഗേജ് ജസ്റ്റ് ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ മന്നത്ത് കാണാനായിട്ട് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഷാർഖാനെ കാണാനൊന്നും പറ്റില്ല. പുള്ളിയെ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ ഹായ് പറയാനവിടെ ഗേറ്റിൻ്റെ അവിടെ വരുമെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ വീട്ടിലുണ്ടായില്ല. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. മന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഈ ഒരു ബീച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം 2 o'clock ആയതുകൊണ്ട് തന്നെ അത്രയും സമയം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് കേട്ടോ ചെന്ന വശം തന്നെ ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ ഫ്രഷ്നപ്പ് പോലും ആവാൻ ആക്ച്വലി ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈ ബാന്ദ്രയിലുള്ളൊരു മാർക്കറ്റിൽ കേട്ടോ. ആക്ച്വലി മുംബൈയിൽ ഒത്തിരി നല്ല മാർക്കറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിലയൊക്കെ പേശാനറിയാം. അതേപോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മുംബൈ അടിപൊളിയാട്ടോ. പറഞ്ഞ പോലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്തായിരുന്നു ഹോട്ടലിൽ. അതിനിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ്നപ്പായി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി നല്ലോണം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മെറൈൻ ഡ്രൈവിലോട്ടും പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കാണാനായിരുന്നു. പോണ റൂട്ട് ഇതേ നിങ്ങൾക്ക് കാണാമല്ലോ, അടിപൊളിയാട്ടോ. എനിക്ക് ഈ സിറ്റി വൈബ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പോണ വഴിക്ക് അംബാനിയുടെയും പിന്നെ അംബാനിയുടെ മോളുടെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ടാക്സി ഡ്രൈവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടണലിൽ ആട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു 4 to 5 kilometers എന്തോ ഈ ടണലിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കണ്ടേ? ഇനി ലെഫ്റ്റിലേക്ക് വയ്ക്കേ, ലെഫ്റ്റിലേക്ക് വയ്ക്കേ, കടലിലേക്ക്. നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ടർ നാനും പിന്നെ മട്ടൻ്റെ ഒരു കറിയും അതേപോലെ തന്നെ കബാബ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഹോട്ടൽ ആണ് നമ്മുടെ റൂം. ഇത് എത്രയാ? 401. നമ്മള് 4th-ലല്ലേ? 3th. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. രാവിലെ തന്നെ ഇനി വേറെ ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങി അലയേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ലല്ലോ. ആവറേജ് ടേസ്റ്റ് ആയിരുന്നു, വലിയ അടിപൊളിയൊന്നുമല്ല, എന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഈ സമയത്ത് കൊണ്ട് കറിയും നോക്കി ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ആവറേജ് ആവറേജ്. थैंक यू आप पहले मीटर पे चलते गाड़ी को मीटर के ऊपर जाने का ओके। ചെന്ന ആദ്യത്തെ ദിവസം നമ്മൾ ക്യാബൊക്കെ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഏതാ മെറൈൻ ഡ്രൈവിലോട്ടും അങ്ങോട്ടേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഐ തിങ്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20 kilometers ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അതുകൊണ്ട് അതും ഭയങ്കര റേറ്റ് ആട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് 600-700 ആയിട്ടുണ്ടായിരുന്നു.
വൺ സൈഡ് ട്രാവലിനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എന്തായാലും ട്രെയിനിന് പോകാമെന്ന് ഓർത്തു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തോ 30 രൂപ എന്തോ ഉള്ളൂ ഒരു ടിക്കറ്റിന്. സോ അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ OK കൺമണിയിലും അതേപോലെ പൈതലൊക്കെ കണ്ട ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പീക്ക് ടൈമിലൊക്കെയാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രെയിനിൽ അത്യാവശ്യം റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കും അതേപോലെ തിരിച്ച് വരുമ്പോൾ രാത്രിയായിട്ടോ പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിറങ്ങിയത് ഈ ഒരു CST റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പണ്ട് ബ്രിട്ടീഷുകാർ പണിതാട്ടോ. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സീരിയസ്ലി. CST റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു വടാപ്പാവ് കട ഭയങ്കര ഫേമസാണ്. ഞങ്ങൾ ഇവിടുന്ന് വടാപ്പാവ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വടാപ്പാവിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരുന്നു, അതേപോലെ നല്ലതുമായിരുന്നു. ഡേ 2 ഞങ്ങളുടെ പ്ലാന് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതേപോലെ ഹോട്ടൽ താജിൻ്റെ എല്ലാം മോർണിംഗ് വ്യൂവും അതേപോലെ മെയിനായിട്ട് കൊളാബ മാർക്കറ്റായിരുന്നു. കൊളാബ മാർക്കറ്റ് മുംബൈയിലെ വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റാണ്. പക്ഷേ കൊളാബ മാർക്കറ്റ് വന്നിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചീപ്പല്ല കേട്ടോ. മുംബൈയിലെ വൺ ഓഫ് ദ പോഷ് ഏരിയ ആണ് കൊളാബ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കിവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വില പേശാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുകയും പോയ മാർക്കറ്റ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡീപോൾട്ട് കഫേ എന്ന് പറഞ്ഞൊരു കഫേന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 2008 മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ബുള്ളറ്റ് മാർക്സ് എല്ലാം ഇപ്പോഴും ഈ ഒരു കഫേയുടെ വോളിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇഷ്ടപ്പെട്ടോ? 350 का दिया। भैया 250 300। അന്നേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പിന്നെ ക്രോഫോർഡ് മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കമ്പയർ ടു കൊളാബ മാർക്കറ്റ്, ക്രോഫോർഡ് മാർക്കറ്റ് വന്നിട്ട് കുറച്ചുകൂടെ ചീപ്പാട്ടോ. ഒത്തിരി നേരമൊന്നും നമ്മളവിടുന്ന് ഷോപ്പ് ചെയ്തില്ല. രാവിലെ തൊട്ട് അലച്ചിലായതുകൊണ്ട് ശരിക്കും ടയർഡായിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് ട്രെയിനിന് തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. എന്താ സോക്സ് ഇട്. ഈ ബോൾ ചെയ്യുമ്പോൾ വരിക. ഇന്ന് വന്നിട്ട് December 25 അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി നല്ല രീതിക്ക് വെയിലും ചൂടുമൊക്കെ അടിച്ച് വയ്യാണ്ടായിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് ഇത്തിരി സമാധാനപരമായി നമുക്ക് ഏതെങ്കിലും മോളിൽ പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏത് മാളാണ് അടുത്ത്, അതേപോലെ തന്നെ മുംബൈയിലെ ഏറ്റവും നല്ല മാൾ ഏതാണെന്നൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മാളാണ് സിറ്റി മാൾ. സിറ്റി മാൾ വന്നിട്ട് മുംബൈയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാളാണെന്നാണ് ഗൂഗിൾ ഞങ്ങളോട് പറഞ്ഞത്. അതേപോലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തുമായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. നമ്മൾ കൊളാബയിൽ പോയത് ട്രെയിനിലായതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മോളിൽ മെട്രോ കയറി പോകാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുംബൈ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാം കേട്ടോ. അമ്മ തിരിഞ്ഞേ വെട്ടോല. ഞാൻ നിന്നത് ഇതാ, ഇത് തന്നെയാന്ന് നോക്കാം ഉറക്കങ്ങളെ.
ക്രിസ്മസ് ആയതുകൊണ്ടാണോ അതോ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും മുകളിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു. നൈറ്റിൽ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. ഞങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് മസാല അല്ല കേട്ടോ. ഇഷ്ടമായോ? കുഴപ്പമില്ല, എനിക്കിഷ്ടായി. വലുതല്ലേ എടുത്തേക്കാണ്. ഷെയ്ക്കാൻ്റെ അടുത്ത് മെറി ക്രിസ്മസ് പറ കൊടുക്ക. ഷെയ്ക്കാൻ്റെ കൊടുക്ക. ഷെയ്ക്കാൻ മെറി ക്രിസ്മസ്. ഇത് വന്നിട്ട് ഞങ്ങളുടെ മുംബൈയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങളുടെ ചെക്ക് ഔട്ട് ടൈം. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് രാത്രി 10:30ക്കാണ്. ആ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് 11:30ക്ക് എന്തോ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റും. അതും ഞങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അത് 4-5 മണിക്കൂർ എങ്ങാണ്ട് ലേ ഓവർ ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ 11:30ക്ക് ഫ്ലൈറ്റ് കയറിയ 1.5 hours എങ്ങാണ്ട് ഉള്ളൂ ബാംഗ്ലൂർ എത്താൻ. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് വെളുപ്പിന് 5:30 എന്തോ ആണ്. അത്രയും നേരം പോസ്റ്റാണ് ഗൈസ്. അതുമാത്രമല്ല നമ്മൾ 12 മണിക്ക് ചെക്ക് ഔട്ടും ചെയ്തു. സോ പിന്നെ നമുക്ക് വേറെ ഫ്രഷ്നപ്പ് ആവാനൊന്നും ടൈം കിട്ടത്തില്ലല്ലോ. സോ ഞങ്ങൾ അന്നത്തെ ദിവസവും മാളിൽ പോകാമെന്ന് ഓർത്തു. മാളിലാകുമ്പോൾ നമ്മൾ ഒത്തിരി വേർക്കത്തൊന്നുമില്ലല്ലോ. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ ഐഡിയ? സോ മാളിൽ നമുക്കിങ്ങനെ സ്യൂട്ട് കേസൊക്കെ വെക്കാൻ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇതേപോലത്തെ ലോക്കറിൽ നമുക്ക് നമ്മുടെ ലഗേജ് കയറ്റി വയ്ക്കാം. അത് 3 സെക്ഷൻ ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ക്യാബിന് നമുക്ക് എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്കവിടെ എടുത്ത് വയ്ക്കാം. ലഗേജൊക്കെ പോയപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ടോ. പിന്നെ ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം വരെ ഇതിലേ മാളിൽ കൂടെ നടക്കലായിരുന്നു പരിപാടി. ആട് തോമയ്ക്കുണ്ടായോണുണ്ട്. നിന്നോ. ഹായ് അമ്മു. ഹായ് ഗായ്സ്. ഇന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് തിരിച്ച് മുംബൈയിൽ നിന്ന് കൊച്ചിക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം കളയാനായിട്ട് ഒരു 5 മണി സാറാമ്മ ചേച്ചിയുടെ കടയെത്തി. Ammu is entering to Ammu's one of the favorite collections. I am taking because I am a responsible. ഇന്നലെ പോയ RCT മാളില്ലേ, അതിനേക്കാളും എനിക്ക് ഈ മാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇഷ്ടമായിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ മാളിൻ്റെ പേര് ഫീനിക്സ് മാൾ എന്നാണ്. ഇപ്പം ഞാൻ ഈ ഒരു മാർക്കറ്റ് 99 എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ കണ്ടു. ഇതിൻ്റെ അകത്ത് കുറേ ക്യൂട്ട് സംഭവങ്ങളുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഈ മാളിലൊക്കെ ഇന്നലെ വരേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ പോയ മാളിൽ RCT മാൾ, അവിടെ നിന്ന് ഞാൻ ആക്ച്വലി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഈ ഒരു മാർക്കറ്റ് 99ഉം അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിസ്റ്റർ DIY എന്ന് പറഞ്ഞൊരു സ്റ്റോറിലും കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു 40 രൂപ, 50 രൂപ, ഒരു 100 രൂപ, അത്ര ആ ഒരു എമൗണ്ടിന് നല്ല ക്യൂട്ട് സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആക്ച്വലി ഇഷ്ടമായി ഈ ഒരു മാളിൽ നിന്ന് നേരെ ഞങ്ങൾ എയർപോർട്ടിലോട്ടേക്ക് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നു. ഒരു 7:30, 7:45 ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ ആക്ച്വലി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
ഏകദേശം ഒരു 1:30-1:45 ഉള്ളിൽ എന്തോ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം ഞങ്ങൾ ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ ബാംഗ്ലൂർ ഞങ്ങൾ ലോഞ്ച് എടുത്തു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 35 to 40 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു മുംബൈ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.